ഹായ് ഓൾ, വെൽക്കം ടു iPlus. ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന്റെ 2025 സെപ്റ്റംബറിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ 31 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31 എന്ന് പറയുന്നത് ഫെബ്രുവരി 2 ലോകമെമ്പാടും ഏത് ദിനമായി ആചരിക്കുന്നു? പരിസ്ഥിതി ദിനം, തണ്ണീർത്തട ദിനം, മണ്ണ് ദിനം, ഓസോൺ ദിനം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, തണ്ണീർത്തട ദിനം. 32ാമത്തെ ചോദ്യം, ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന കൃതി രചിച്ചതാര്? ദാന്തെ, ഇറാസ്മസ്, സെർവാന്തെ, പെട്രാർക്ക്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇറാസ്മസ്. ക്വസ്റ്റ്യൻ നമ്പർ 33, മരുതു പാണ്ഡ്യൻ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം? ശിവഗംഗ, അവധ്, രാജ്മഹൽ കുന്ന്, കാൺപൂർ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ശിവഗംഗ. 34ാമത്തെ ചോദ്യം, കേരളത്തിന്റെ അക്ഷാംശ വ്യാപ്തി ഏത്? അതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, 8 ഡിഗ്രി 17 വടക്ക് മുതൽ 12 ഡിഗ്രി 47 വടക്ക് വരെ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കേരളത്തിന്റെ അക്ഷാംശ വ്യാപ്തിയായിട്ട് വരുന്നത്. അടുത്ത 35ാമത്തെ ചോദ്യം, സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ചതാര്? ബ്രഹ്മഗുപ്തൻ, ചന്ദ്രഗുപ്തൻ 2, സമുദ്രഗുപ്തൻ, അശോകൻ. എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? സാഞ്ചിയിലെ സ്തൂപം സ്ഥാപിച്ചത് ആരാണ്? അശോകനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 36ാമത്തെ ചോദ്യം, നളന്ദ സർവകലാശാല സ്ഥാപിച്ച രാജവംശത്തിന്റെ പേര് എഴുതുക. മൗര്യന്മാർ, കുശാനന്മാർ, ഗുപ്തന്മാർ, ശതവാഹനന്മാർ. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ സി, ഗുപ്തന്മാരാണ്. 37ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളതിൽ സംഘം കൃതികളിൽ ഉൾപ്പെടാത്തതിനെ കണ്ടെത്തുക. ഉൾപ്പെടാത്തതിനെ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അർത്ഥശാസ്ത്രം, പത്തുപാട്ട്, അകനാനൂറ്, പതിറ്റുപത്ത്. അപ്പൊ അതിൽ ഉത്തരം വരുന്ന ഏതാണ്? സംഘം കൃതിയിൽ ഉൾപ്പെടാത്ത കൃതി എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രമാണ്. ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രമാണ്. അടുത്ത 38ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളുടെ പൊതു സവിശേഷതയാണ് ഉയർന്ന സാന്ദ്രതയും ചെറിയ വലുപ്പവും, കുറഞ്ഞ സാന്ദ്രതയും വലിയ വലുപ്പവും, കുറഞ്ഞ സാന്ദ്രതയും ചെറിയ വലുപ്പവും, ഉയർന്ന സാന്ദ്രതയും വലിയ വലുപ്പവും. ഏതാണ് സൗരയൂഥത്തിലെ ബാഹ്യഗ്രഹങ്ങളുടെ പൊതു സവിശേഷത എന്ന് പറയുന്നത്? എന്താണ്? കുറഞ്ഞ സാന്ദ്രതയും വലിയ വലുപ്പവുമാണ്. ഓക്കെ. ഇനി 39ാമത്തെ ചോദ്യം, ഒരു വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററിൽ വെറ്റ് ബൾബിലെ താപനിലയും ഡ്രൈ ബൾബിലെ താപനിലയും ഒരുപോലെ രേഖപ്പെടുത്തിയാൽ ആപേക്ഷിക സാന്ദ്രത എത്ര വരും? 50%, 100%, 0%, 200%. ഉത്തരമായിട്ട് വരുന്നത് 100%. ഓക്കെ. 40ാമത്തെ ചോദ്യം, മധ്യകാലത്ത് സ്പെയിനിൽ നിലനിന്ന ഒരു സർവകലാശാലയെ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. ഏതാണ്? പാദുവ, കൊർദോവ, ഓക്സ്ഫോർഡ്, പാവിയ. അപ്പം സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? കൊർദോവ സർവകലാശാലയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 41ാമത്തെ ചോദ്യം, 1:25,000 തോതിലുള്ള ഒരു ഭൂപടത്തിൽ 13 സെന്റിമീറ്റർ അകലത്തിലുള്ള 2 സ്ഥലങ്ങൾ തമ്മിൽ യഥാർത്ഥ ദൂരം എത്രയാണെന്നാണ് ചോദ്യം. 3.25 കിലോമീറ്റർ, 6.5 കിലോമീറ്റർ, 52 കിലോമീറ്റർ, 32.5 കിലോമീറ്റർ. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, 3.25 കിലോമീറ്റർ. 42ാമത്തെ ചോദ്യം, ഒരു ദിവസത്തെ കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുകയും ദൈനിക ശരാശരി ഊഷ്മാവ് 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിക്കുകയും ചെയ്താൽ ആ ദിവസത്തെ കുറഞ്ഞ താപനില എത്ര? 6 ഡിഗ്രി സെൽഷ്യസ്, 42 ഡിഗ്രി സെൽഷ്യസ്, 14 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം വരുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. 43ാമത്തെ ചോദ്യം, സൂര്യന്റെ ഉത്തരായനം ആരംഭിക്കുന്നത് മാർച്ച് 21, ഡിസംബർ 22, ജൂൺ 21, സെപ്റ്റംബർ 23. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 22. 44ാമത്തെ ചോദ്യം, വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം പ്രാചീന വൻകരയായ ഗോണ്ട്വാന ലാൻഡിൽ ഉൾപ്പെടുന്നത്? തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഉപദ്വീപ്. ഇവ 4 കൂടിയാണ് ഗോണ്ട്വാന ലാൻഡിൽ വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 45ാമത്തെ ചോദ്യം, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. നദിയും ഉത്ഭവവും അതിന്റെ നീളവുമാണ് കൊടുത്തിരിക്കുന്നത്. ഉത്ഭവസ്ഥാനം, നീളം, ഇവ 3ഉമാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് കാവേരി, ബ്രഹ്മഗിരി കുന്ന്, പിന്നീട് എന്താണ് കൃഷ്ണ എന്ന് പറയുന്നത്, എന്താണ് കൃഷ്ണ വരുന്ന ഏതാണ്? മഹാബലേശ്വര, ഗോദാവരി, നാസിക്. അങ്ങനെയാണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 46ാമത്തെ ചോദ്യം, ഫെഡറൽ സെൽ എന്നത് ഏത് മേഖലയിലെ വായു ചംക്രമണ വ്യവസ്ഥയാണ്? ശൈത്യമേഖല, മധ്യ അക്ഷാംശ മേഖല, ഉഷ്ണമേഖല, ഉത്തരാർദ്ധ ഗോളത്തിലുടനീളം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മധ്യ അക്ഷാംശ മേഖല. 47ാമത്തെ ചോദ്യം, ബാൽബൻ ഉൾപ്പെട്ട രാജവംശം കണ്ടെത്തുക. ഖിൽജി, തുഗ്ലക്, സൈദ്, മാംലൂക്ക്. ഏതാണ്? മാംലൂക്ക് വംശത്തിലാണ് ബാൽബൻ വരുന്നത്. ഓക്കെ. 47ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
48ാമത്തെ ചോദ്യം, ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് സർ പദവി ഉപേക്ഷിച്ചത് ആര്? മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, രവീന്ദ്രനാഥ് ടാഗോർ. 49ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. 50ാമത്തെ ചോദ്യം, ബക്സാർ യുദ്ധം നടന്ന വർഷം എഴുതുക. 1757, 1754, 1767, 1764. ഉത്തരം ഏതാണ്? 1764. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 51ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ധരാതലീയ ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കേതിക രേഖകളാണ് ഐസോനെഫ്, ഐസോഹൈറ്റ്സ്, ഐസോബാർ, കോണ്ടൂർ രേഖകൾ. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, കോണ്ടൂർ രേഖകൾ. അടുത്ത 52ാമത്തെ ചോദ്യം, നെടിയിരിപ്പ് സ്വരൂപം നിലനിന്ന പ്രദേശം എഴുതുക. കൊച്ചി, കോഴിക്കോട്, വേനാട്, ചിറക്കൽ. നെടിയിരിപ്പ് സ്വരൂപം എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 53ാമത്തെ ചോദ്യം, 82 ഡിഗ്രി 30 പടിഞ്ഞാറ് രേഖാംശത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയായി സങ്കല്പിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണ്ടെത്തുക. 2 AM, 7:30 PM, 1 AM, 12 അർദ്ധരാത്രി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 7:30 PM ആണ്. അടുത്ത 54ാമത്തെ ചോദ്യം, ലീലാവതി എന്ന ഗ്രന്ഥം ബന്ധപ്പെട്ടിരിക്കുന്നത് ഗണിതശാസ്ത്രം, തത്വചിന്ത, ചരിത്രം, ഭൂമിശാസ്ത്രം. ലീലാവതി എന്താണ്? ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അടുത്ത 55ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇനി പറയുന്നതിൽ ഏതാണ്? പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അല്ലെ? ഉത്തർപ്രദേശ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്ത 56ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ സേവന മേഖലയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? പ്രകൃതി വിഭവങ്ങൾ വേർതിരിച്ച് എടുക്കുന്നതിനാണ് ഈ മേഖല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കൃഷി ഖനനം തുടങ്ങിയ വ്യവസായങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഈ മേഖല സംഭാവന ചെയ്യുന്നു. ഇന്ത്യയുടെ GDP-യിലേക്ക് ഉൽപാദന മേഖലയേക്കാൾ കുറഞ്ഞ സംഭാവനയാണ് ഈ മേഖല നൽകുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഈ മേഖല സംഭാവന ചെയ്യുന്നു. അടുത്ത 57ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ MNCയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്നു, വലിയ മൂലധന വിഭവങ്ങളുണ്ട്, നിയന്ത്രണങ്ങൾക്ക് ഏകത്വ സ്വഭാവമുണ്ട്, ഉൽപാദനവും വിപണനവും ഒരു രാജ്യത്ത് മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഉൽപാദനവും വിപണനവും ഒരു രാജ്യത്ത് മാത്രമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. 58ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏത്? വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അല്ലെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത 59ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് പരമ്പരാഗത വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് സുരഭി? കശുവണ്ടി, കയർ, കരകൗശല വസ്തുക്കൾ, മൺപാത്ര നിർമ്മാണം. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, കരകൗശല വസ്തുക്കൾ. 60ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്, ലോക ബാങ്ക്. എന്താണ് ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ലോക ബാങ്ക് ആണ് ഉത്തരം. 61ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് നീതിപൂർവകമായ വളർച്ച, ഗരീബി ഹഠാവോ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഇപ്പൊ ഗരീബി ഹഠാവോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഏതാണ്, ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. 62ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും സുസ്ഥിര വികസനത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. യുദ്ധം, ദാരിദ്ര്യം, ജനസംഖ്യാ വളർച്ച, പാരിസ്ഥിതിക തകർച്ച. അപ്പൊ അതൊന്ന് ഓർഡറിലാക്കിയാൽ മതി. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഈ ഓർഡറിൽ തന്നെ വരും അല്ലെ? 1, 2, 3, 4 കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത 63ാമത്തെ ചോദ്യം, ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഹൊവാർഡ് ഗാർഡ്നർ, റെയ്മണ്ട് കാർട്ടൽ, ആൽഫ്രഡ് ബിനെ, സ്റ്റേൺബർഗ്. ആരാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്, ഹൊവാർഡ് ഗാർഡ്നർ. 64ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ക്രിയാത്മക ചിന്ത, സ്വയം അറിയുക, വിലയിരുത്തൽ, അനുതാപം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, വിലയിരുത്തൽ. 65ാമത്തെ ചോദ്യം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വൈഗോട്സ്കി, പിയാഷെ, സിഗ്മണ്ട് ഫ്രോയിഡ്, ജെറോം എസ് ബ്രൂണർ. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി, ജെറോം എസ് ബ്രൂണർ. 66ാമത്തെ ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് പ്രയോജനകരമായ സോഫ്റ്റ്വെയർ ഏതാണ്?
ജിയോജിബ്ര, മാർബിൾ, ട്രാക്കർ, ഫെറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മാർബിൾ. 67. ജനാധിപത്യം എന്നത് പൊതു നന്മയ്ക്കായി വിവിധ ജനവിഭാഗങ്ങളുടെ മുഴുവൻ ഭൗതികവും സാമ്പത്തികവും ആത്മീയവുമായ വിഭവങ്ങളെയും സമാഹരിക്കുന്ന കലയും ശാസ്ത്രവുമാണ്. ജനാധിപത്യത്തെ ഇങ്ങനെ നിർവചിച്ചത് ആര്? ഡോക്ടർ BR അംബേദ്കർ, മഹാത്മാഗാന്ധി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ജവഹർലാൽ നെഹ്റു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. അടുത്ത 68ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി GST നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി നിയമം ഏത്? ഓപ്ഷൻ എ 122, ഓപ്ഷൻ ബി 101, ഓപ്ഷൻ സി 102, ഓപ്ഷൻ ഡി 106. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 101. അടുത്ത 69ാമത്തെ ചോദ്യം, കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതിയാണ് സെമിനാർ, അസൈൻമെന്റ്, സംവാദം, ഫീൽഡ് ട്രിപ്പ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫീൽഡ് ട്രിപ്പ്. അടുത്ത 70ാമത്തെ ചോദ്യം, ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. പ്രാഥമിക ഉറവിടം, ദ്വിതീയ ഉറവിടം, പരോക്ഷ ഉറവിടം, തൃതീയ ഉറവിടം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ പ്രാഥമിക ഉറവിടം. അടുത്ത 71ാമത്തെ ചോദ്യം, വായനയുമായി ബന്ധപ്പെട്ട പഠന പരിമിതി ഏത്? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഓട്ടിസം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസ്ലെക്സിയ. അടുത്തത് 72ാമത്തെ ചോദ്യം, സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ആര്? ഗാർഡ്നർ, സ്പിന്നർ, ബ്രൂണർ, വാട്സൺ. ആരാണ്? ബ്രൂണർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 73ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രക്രിയാധിഷ്ഠിത ക്ലാസ്സിന് യോജിക്കാത്തത് ഏത്? കുട്ടികൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു, കുട്ടികൾ സംശയങ്ങൾ ഉന്നയിക്കുന്നു, ടീച്ചർ ആശയം വിശദീകരിക്കുന്നു, പ്രശ്നത്തിന്റെ പരിഹാരം കുട്ടികൾ കണ്ടെത്തുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ടീച്ചർ ആശയം വിശദീകരിക്കുന്നു. 74ാമത്തെ ചോദ്യം, നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമല്ലാത്തത്. പ്രോജക്ട്, പാദവാർഷിക പരീക്ഷ, ക്ലാസ് ടെസ്റ്റ്, സെമിനാർ. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി പാദവാർഷിക പരീക്ഷ. 75ാമത്തെ ചോദ്യം, ധ്രുവങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതാകുന്നു എന്ന ആശയം ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പഠന സഹായി. ധരാതലീയ ഭൂപടം, അറ്റ്ലസ്, ഗ്രാഫ്, ഗ്ലോബ്. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ഗ്ലോബ്. അടുത്ത 76ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ബ്ലൂം വിശദീകരിച്ച ബുദ്ധിമണ്ഡലത്തിലെ വികാസ ഘട്ടങ്ങളിൽ പെടാത്തത്. സർഗാത്മകത, പ്രയോഗം, ധാരണ, അറിവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സർഗാത്മകത. 77, ഫിലിപ്പ് ലാൻഡിനെ പോലെ പഠിക്കൂ, ടീച്ച് ലൈക്ക് ഫിൻലാൻഡ്. ഫിൻലാൻഡിലെ പോലെ പഠിക്കൂ, ടീച്ച് ലൈക്ക് ഫിൻലാൻഡ് എന്ന പുസ്തകം എഴുതിയതാണ്. തിമോത്തി ഡി വാക്കർ, ലെമോവ് ഡി, പൗലോ ഫ്രയർ, പിയാഷി. ഉത്തരം ഓപ്ഷൻ എ ആണ്, തിമോത്തി ഡി വാക്കർ. അടുത്ത 78ാമത്തെ ചോദ്യം, സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു, കുട്ടികൾ സ്വയം കണ്ടെത്തി പഠിക്കണം, അധ്യാപകർ കേന്ദ്രസ്ഥാനത്ത്, കുട്ടികളെ ആകാംക്ഷപൂർവ്വം വിഷയത്തിലേക്ക് നയിക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളൂ. സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 79ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തവയിൽ സാമൂഹ്യ ശാസ്ത്ര പ്രോജക്റ്റുകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അപഗ്രഥന ശേഷി വളർത്തുന്നു, സാമൂഹ്യ ശാസ്ത്രത്തിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്നു, പ്രശ്ന പരിഹരണ ശേഷി വളർത്തുന്നു, ഗവേഷണ മനോഭാവം വളർത്തുന്നു. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സാമൂഹ്യ ശാസ്ത്രത്തിൽ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുന്നു. 80ാമത്തെ ചോദ്യം, കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയതാണ്. കാതറിൻ ബ്രിഡ്ജസ്, ഡാനിയൽ ഗോൾമാൻ, ഫ്ലേവൻ, ഗാർഡ്നർ. ആരാണ് ഉത്തരമായിട്ട് വരുന്ന? ഓപ്ഷൻ എ ആണ്, കാതറിൻ ബ്രിഡ്ജസ്. 81ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ ജനാധിപത്യവുമായി ബന്ധമില്ലാത്ത മാർഗം ഏതാണ്? ജനഹിത പരിശോധന, മുൻകൈ എടുക്കൽ, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, തിരിച്ചു വിളിക്കൽ. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. 82ാമത്തെ ചോദ്യം, ജ്ഞാനനിർമ്മിതിയുടെ സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ നടക്കേണ്ടത്. പ്രശംസ, മാനസികമായ സന്തുലിതാവസ്ഥ, സമ്മാനം, അംഗീകാരം. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, മാനസികമായ സന്തുലിതാവസ്ഥ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതല്ലാത്തത് ഏത്? SK ധർ കമ്മിറ്റി, JVP കമ്മിറ്റി, ഫസൽ അലി കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സർക്കാരിയ കമ്മീഷൻ ആണ്. 84ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 243(1) കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്നു, സംസ്ഥാനത്തിനായി ഒരു ധനകാര്യ കമ്മീഷൻ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്നു, ഗ്രാമസഭയുടെ സംഘാടനം, ചെയർപേഴ്സൺമാരുടെ ഓഫീസുകളുടെ സംവരണം. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, സംസ്ഥാനത്തിനായി ഒരു ധനകാര്യ കമ്മീഷൻ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്നു. 85ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം നാം സ്വീകരിച്ചത്?
ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ് ഓസ്ട്രേലിയ. 86-ാമത്തെ ചോദ്യം, ജനറൽ വിൽ എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? അഡോൾഫ് ഹിറ്റ്ലർ, ജോൺ റോൾസ്, അരിസ്റ്റോട്ടിൽ, ജീൻ ജാക്വസ് റൂസോ. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ് ജീൻ ജാക്വസ് റൂസോ. 87-ാമത്തെ ചോദ്യം, ത്രിമാന മാതൃകയ്ക്ക് ഉദാഹരണമാണ് ഭൂപടം, അറ്റ്ലസ്, ഗ്ലോബ്, ടോപ്പോഷീറ്റ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഗ്ലോബ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 88, സ്പഷ്ടീകരണം എന്നത് പ്രവർത്തനങ്ങളുടെ ഒരു സംവിധാനം, ലക്ഷ്യങ്ങളുടെ ഒരു ശേഖരം, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ നേട്ടങ്ങൾ, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ. ഉത്തരം നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ നേട്ടങ്ങൾ. 89-ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വിദ്യാലയം പ്രയോജനപ്പെടുത്തുന്ന മൊത്തം അനുഭവങ്ങൾ ചേർന്ന രൂപം പാഠപുസ്തകം, പാഠ്യപദ്ധതി, സിലബസ്, അധ്യാപക സഹായി. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് പാഠ്യപദ്ധതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോടൈം സ്പീക്കർ ആരാണ്? സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ അധ്യക്ഷനാകാൻ കഴിയുന്ന ലോക്സഭ, നിയമസഭയിലെ ചെയർപേഴ്സൺമാരുടെ പാനലിലെ അംഗം, അവിശ്വാസ പ്രമേയ ചർച്ച പരിഗണിക്കുമ്പോൾ ലോക്സഭ, നിയമസഭയുടെ അധ്യക്ഷൻ, പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സാധാരണ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ ലോക്സഭ, നിയമസഭയിലെ താൽക്കാലിക പ്രിസൈഡിംഗ് ഓഫീസർ, സ്പീക്കർ രാജിവെക്കുമ്പോൾ ലോക്സഭ, നിയമസഭയിലെ ഒരു താൽക്കാലിക പ്രിസൈഡിംഗ് ഓഫീസർ. ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സാധാരണ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭയിലെ താൽക്കാലിക പ്രിസൈഡിംഗ് ഓഫീസറെയാണ് നമ്മൾ പ്രോടൈം സ്പീക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏകദേശം 60 ക്വസ്റ്റ്യൻസോളം നമ്മളിവിടെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇതൊരു ടെന്റേറ്റീവ് ആൻസർ കീ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചില വേരിയേഷൻസ് ഒക്കെ ആൻസറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആൻസറിൽ ചേഞ്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ വീഡിയോയുടെ താഴെ തന്നെ അത് പിൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.